ഇന്ന് വൈകുന്നേരം തന്നെ പുറപ്പെട്ടിട്ട് പോണത് വെറുതെ ഉള്ളൊരു പോക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ ഫാൻ 2 ദിവസമായി പണി തന്നിട്ട്. അപ്പോൾ ഉണ്ണേട്ടൻ എന്തായാലും റിക്ഷയാക്കിയിട്ട് ഫാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ ഞങ്ങൾ രണ്ടാളും കൂടി പുറപ്പെട്ടിട്ട് പാഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാതിലെല്ലാം പൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ണേട്ടനെ കൈമ ചാവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ പണി കെട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എല്ലാം പൂട്ടിയിട്ടാണ് അവസാനം പൂട്ടായത് കേട്ടോ. ഉണ്ണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ റിക്ഷയിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഫാനും എടുത്തിട്ട് പോയിക്കൊണ്ടുണ്ടായത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പനിയെല്ലാം വന്ന് മുഖമെല്ലാം കൂടി ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫാനിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊടി കഴിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണേട്ടൻ അതെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കൂൾ ബാറിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു സോഡ ലൈം അത് നിർബന്ധമാണല്ലോ. അങ്ങനെ ഞാനും ഋഷിയും കൂടി ഒരു സോഡ ലൈം എല്ലാം കുടിച്ചു. പിന്നെ ചിക്കുവിൻ്റെ ഒരു കുൽഫിയെല്ലാം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമും പുറത്തിറങ്ങി അത് എനിക്ക് മസ്റ്റാണല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരെന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഋഷിയും കൂടി വണ്ടിയിലെല്ലാം ഇരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായത്. ടൗണിൽ നിന്ന് കുറച്ചേ ഉണ്ടാവും കേട്ടോ ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് അത്രയും ഉണ്ടാവും കേട്ടോ റിക്ഷയിലെല്ലാം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കലായി. അവിടുന്ന് ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കും പോകാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ കുറേ ആയി പോവുകയും ചെയ്തിട്ട്. അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലെല്ലാം ഋഷുവിന് അമ്മമ്മേൻ്റെ കൈമയെല്ലാം കൊടുത്തു. അവിടുന്ന് ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത